നമുക്ക് നല്ലൊരു ഇഞ്ചി അച്ചാർ ഉണ്ടാക്കിയല്ലോ. ആരും ഉണ്ടാക്കിയിട്ടില്ല ഇഞ്ചി അച്ചാർ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. 250 ഗ്രാം ഇഞ്ചി ഞാൻ അതിനെടുത്തിരിക്കുന്നത് കേട്ടോ. 3 പച്ചമുളകും 12 അല്ലി വെളുത്തുള്ളിയും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കണം. പേസ്റ്റായിട്ട് അരയണ്ട, പതുക്കെ ഒന്ന് ചെറുതായിട്ട് അരച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം. ഭയങ്കര കാരമല്ല ഇഞ്ചിയിൽ. എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കടുകെണ്ണ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇഞ്ചി വറുത്തെടുക്കണം. ആ എണ്ണയിൽ വറുത്തെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഞങ്ങൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നീട് നമുക്ക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. ചെറുതായിട്ട് പച്ചമുളക് അരിഞ്ഞ് എണ്ണയിലേക്ക് ഇടുക. അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേനും 12 അല്ലി വെളുത്തുള്ളിയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് പതുക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇത് നമുക്ക് കരിയാതെ വറുത്തെടുക്കണം. ഈ 3 കൂടെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. കാരണം കുറേ നാൾ നമ്മുടെ ഈ ഇഞ്ചി അച്ചാർ ഇടിക്കും, അതുകൊണ്ടാണ് ശരിക്കും വറുത്തെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. പിന്നീട് നമുക്കതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, വലിയ എരിവൊന്നും ഇല്ലാത്തതാണ്, കളറും കൂടെ കിട്ടില്ലെന്ന് പറഞ്ഞാൽ കേട്ടോ. കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്കതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേനും നമുക്ക് കായപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടെ ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി ഇടുക, അല്ലെങ്കിൽ വാളംപുളി പിഴിഞ്ഞ് ഒരു നെല്ലിക്ക മുഴുപ്പുള്ള വാളംപുളി പിഴിഞ്ഞതിലേക്ക് ചേർക്കുക കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റാണ്, ഏതായാലും നിങ്ങളുടെ കയ്യിലുള്ളത് അനുസരിച്ച് ഇടുക. പിന്നീട് നമുക്ക് നന്നായിട്ട് തിള വന്നതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര കാരണം ഒരു മധുരമൊക്കെ ഒന്ന് എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത്. അതും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് നോയമ്പൊക്കെ വരുമ്പോഴത്തേനും ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ചൂടൻ ചോറിലൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. താങ്ക്